അഡ്വക്കേറ്റ് അരുൺകുമാർ ഇപ്പോൾ പ്രതിപക്ഷം പഴയ പ്രതിപക്ഷമല്ല. 100ഓളം സീറ്റുകൾ നേടിക്കൊണ്ട് കോൺഗ്രസ് അവിടെ വലിയ ശക്തമായിട്ടുണ്ട്. 10 വർഷത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുകയാണ്. വലിയ തോതിൽ പ്രതിപക്ഷ ചേരിയുടെ ഐക്യം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരുമിച്ച് ഇന്ത്യ സഖ്യമായാണ് പ്രതിപക്ഷം പാർലമെന്റിലേക്ക് പോയത്. ഭരണഘടന നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പലരും സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രതിപക്ഷത്തെ അങ്ങനെ അസ്തപ്രജ്ഞരാക്കിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് എൻ ഡി എക്ക് സാധ്യമല്ല. BJPക്ക് NDAയുടെ സഖ്യകക്ഷികളെ പോലും കണക്കിലെടുത്ത് മാത്രമേ ഇനി മുന്നോട്ട് ചുവടുകൾ വെക്കാൻ കഴിയൂ. അങ്ങനെ ജനാധിപത്യം അതിൻ്റെ സർവ്വവിധമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചയിലൂടെയും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു പാർലമെന്റ് സമ്മേളനകാലം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. ഇനി പോകുന്ന 5 വർഷക്കാലവും അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അവിടെ ആദ്യത്തെ ദിവസത്തെ ഈ ചുവടുവെപ്പ് ഞാൻ ആദ്യം ശ്രീ ശങ്കുട്ടിദാസിനോട് ചോദിച്ചതുപോലെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ വളരെ സ്വാഭാവികമായി ഉന്നയിക്കപ്പെടുന്ന ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടൊരു കാലത്തിന്റെ വെറുമൊരു പരാമർശം മാത്രമായി കാണാൻ കഴിയില്ല. അത് നമുക്കറിയാവുന്നതാണ് BJPയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എങ്ങനെ ഏതു സമയത്ത് എത്ര കൃത്യമായി ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് എന്ന്. അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട്. അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ ഐക്യനിരയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏതു ശ്രമവും നടത്തും. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് അവരുടെ രാഷ്ട്രീയം. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കിയാണ് അവരുടെ സ്ട്രാറ്റജി. അത് കഴിഞ്ഞ 10 കൊല്ലമായി നാം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണല്ലോ ഇന്ത്യയുടെ പാർലമെന്റ്. ആ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോകസഭ പ്ലസ് രാജ്യസഭ പ്ലസ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ആ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പ്രസിഡന്റിനെ പോലും ക്ഷണിക്കാതെ തമിഴ്നാട്ടിൽ നിന്ന് വിമാനം ചാർട്ട് ചെയ്ത് സന്യാസി വര്യന്മാരെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ചെങ്കോല് സ്ഥാപിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജനാധിപത്യത്തിനെതിരെ നീങ്ങുന്നത് ആരാണ് എന്നത് വളരെ വ്യക്തമാണ്. ഇപ്പൊ ഇന്ന് ജൂൺ മാസം 26-ാം തീയതിയാണ്. ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ IPC CRPC എവിഡൻസ് ആക്ടും അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്രിമിനൽ നിയമങ്ങൾ റിപ്പീൽ ചെയ്യപ്പെടുകയാണ്. നിലവിലില്ല. കാരണം അത് ഇന്ത്യയുടെ പാർലമെന്റിൽ പാസ്സാക്കുമ്പോൾ പോലും 147 MPമാരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ടാണ് ആ നിയമം പാസ്സാക്കിയെടുത്തത്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. കാശ്മീരിനെ കീറി മുറിക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഒരു തുണ്ട് കടലാസ് എടുത്ത് ഒറ്റ വരി വായിച്ചുകൊണ്ട് ഒരു ചർച്ചയുമില്ലാതെ ഇന്ത്യയുടെ കാശ്മീരിന്റെ വിശേഷാധികാരം എടുത്തു കളഞ്ഞു. സുപ്രീം കോടതി 2 ഘട്ടത്തിൽ പറഞ്ഞു ഇതൊരു പോളിസി ഡിസിഷൻ ആണെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി സ്വീകരിച്ച പിന്നാമ്പുറ വഴികൾ തെറ്റാണ് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാൻ ആർട്ടിക്കിൾ 3 പ്രകാരം അധികാരമില്ല ഇന്ത്യൻ ഭരണഘടന പ്രകാരം. പക്ഷേ കാശ്മീർ സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയതെല്ലാം നാം കണ്ടു. അപ്പൊ അത്തരത്തിൽ ജനാധിപത്യ നിഷേധത്തിന്റെ പാർലമെന്റിന്റെ തന്നെ പവർ എടുത്തു കളയുന്ന ദുർബലപ്പെടുത്തുന്ന നിരവധി സാഹചര്യങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിൽ നടന്നത്. ആ സമയത്ത് പ്രതിപക്ഷത്തിന്റെ എണ്ണം കുറവായതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്താൻ കഴിയാതെ വരികയും പ്രതിഷേധം ഉയർത്തിയപ്പോൾ തന്നെ അതിനെ അടിച്ചമർത്തുകയും ചെയ്ത സാഹചര്യങ്ങൾ നിരവധി നാം കാണുകയുണ്ടായി. ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് ആണെങ്കിൽ പോലും, അതുപോലെ പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും, അതുപോലെ കാർഷിക പരിഷ്കരണ നിയമം, ലേബർ കോഡ്, അതുപോലെ നടപ്പാക്കിയ നിരവധി നിയമങ്ങൾ, ആ നിയമങ്ങൾ നടപ്പാക്കുമ്പോഴെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമല്ലെന്നും വിരുദ്ധമാണെന്നും സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും വിശദമായിട്ടുള്ള ചർച്ചകൾ ആവശ്യമാണെന്നും പറഞ്ഞ ഘട്ടങ്ങളിൽ പോലും അത്തരത്തിലുള്ള ചർച്ചയ്ക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ജനാധിപത്യ നിഷേധങ്ങളെ ഇനി അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. കാരണം പാർലമെന്റ് അംഗങ്ങളുടെ അവകാശങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ എല്ലാത്തിന്റെയും സുപ്രീം ഭരണഘടനയാണെന്നും ഭരണഘടനാ വിധേയമായിട്ടുള്ള നിയമങ്ങൾ മാത്രമേ ഈ രാജ്യത്ത് നടപ്പാക്കാൻ കഴിയൂ എന്ന് ഊട്ടിയുറപ്പിക്കുന്ന നിരവധി ഇടപെടലുകൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകും. അത് NDAയെ സംബന്ധിച്ചിടത്തോളം അവർക്കും വ്യക്തമാണ്. കാരണം അവർക്കും ഏകപക്ഷീയമായി BJPക്ക് ഭൂരിപക്ഷമില്ല. അവരുടെ ഘടകകക്ഷികളെ തന്നെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യവും അവിടെ മുന്നിലുണ്ട്. 400+ സീറ്റ് കിട്ടും, അങ്ങനെ ഞങ്ങൾ ഭരണഘടനയെ തന്നെ പൊളിച്ചെഴുത്ത് നടത്തും, ഒരു മതരാഷ്ട്രമാക്കി ഈ രാജ്യത്തെ മാറ്റും എന്ന രൂപത്തിൽ അവരുടെ തന്നെ MPമാർ നടത്തിയ നിരവധി പ്രസംഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്തു. 13 തവണയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടത്തിനിടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കിയത്, വിവിധ വിഭാഗങ്ങളെ തമ്മിൽ സംഘർഷത്തിന്റെ വേദി ഒരുക്കാനുള്ള ശ്രമം നടത്തിയത്. ഇലക്ഷൻ കമ്മീഷൻ ഒരക്ഷരം പോലും ഉരിയാടിയില്ല. ഇലക്ഷൻ കമ്മീഷനെ പോലും സുപ്രീം കോടതി വിധിയെ കാറ്റിൽ പറത്തി ഏകപക്ഷീയമായി പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നമ്മൾ കണ്ടതാണ്. ലഫ്റ്റനന്റ് ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗവർണറുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമെല്ലാം വളരെ ഏകപക്ഷീയമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിച്ചത്. സുപ്രീം കോടതി വിധി വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഡൽഹിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനാണോ പദവി അതോ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറാണോ കൂടുതൽ പദവി എന്ന വിഷയത്തിൽ പെട്ടെന്ന് നിയമനിർമ്മാണം നടത്തിയതുമെല്ലാം നമ്മുടെ മുന്നിൽ
മുന്നിലുണ്ട്. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പല രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെയും കള്ളക്കേസിൽ കുടുക്കി BJP ആക്കി മാറ്റിയതും പല രാഷ്ട്രീയ കക്ഷികളെ പിളർത്തിയതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഏകപക്ഷീയമായി ജനാധിപത്യത്തെ പണാധിപത്യത്തിന് കീഴടക്കുന്ന ആ കഴിഞ്ഞ 10 വർഷത്തെ നടപടിക്രമങ്ങൾ തുടരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന ബോധ്യം NDAയ്ക്കുണ്ട്, BJPക്കുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചർച്ച ഇന്ത്യൻ പാർലമെന്റിൽ നടക്കും, സംവാദങ്ങൾ നടക്കും, നിയമനിർമ്മാണങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാത്രമേ നടക്കൂ. ഒന്ന് വ്യക്തമാണ്, ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 1947 മുതൽ 2024 വരെയുള്ള ചരിത്രത്തിൽ ഇന്ത്യയുടെ പാർലമെന്റ് ഏറ്റവും കുറച്ചു നാൾ സമ്മേളിച്ചത് കഴിഞ്ഞ വർഷമാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഏറ്റവും കുറച്ച് നിയമനിർമ്മാണത്തിന്റെ ചർച്ചകൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷമാണ്. ഒരു പ്രധാനമന്ത്രി ഏറ്റവും കുറച്ച് ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ ഹാജരായത് 2023-24 വർഷമാണ്. അത്തരം സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകില്ല. കാരണം ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഉണ്ടാകും. അതുപോലെ തന്നെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും നിയമനിർമ്മാണം സുതാര്യമായിട്ടുള്ള രീതിയിൽ പോകുവാനും എപ്പോഴും ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ, അതുപോലെ തന്നെ ഫെഡറലിസം കാത്തു സംരക്ഷിക്കാൻ, മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് വേദിയാകും. അതിന് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വലിയ തരത്തിൽ തന്നെ ഉപകരിച്ചിട്ടുണ്ട്. അതിൽ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയവുമായി എന്ത് ഇടപെടൽ നടത്തിയാലും ആ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തെ ചെറുക്കാനും ആ ഭിന്നിപ്പിനെ കൃത്യമായി മനസ്സിലാക്കുവാനും ഐക്യത്തോടെ മുന്നോട്ട് പോകുവാനും എല്ലാം കരുത്തുള്ള ഒരു മുന്നണിയായി ഇന്ത്യ മുന്നണി മാറിയിട്ടുണ്ട്. വളരെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ ആ ഭാഗത്ത് അണിനിരക്കുന്നുണ്ട്. അവരെല്ലാം കൂടിയാലോചനയിലൂടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടാൻ കഴിയും. പ്രത്യേകിച്ച് 28 കക്ഷികളുണ്ട്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായാൽ പോലും യോജിപ്പിന്റെ മുഖത്തോടെ അവയെ നേരിട്ട് ഈ രാജ്യത്തിന്റെ താല്പര്യം കാത്തുസൂക്ഷിക്കുന്ന മുന്നണിയായി മാറാൻ ഈ മുന്നണിക്ക് കഴിയുമെന്നതിൽ സംശയമില്ല.